4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി അവരുടെ അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുകയാണ്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞ വേളയിൽ പലരും കരുതിയത് 4 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം എത്താൻ ഇടയില്ല എന്നായിരുന്നു. ഇപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? LDF കേന്ദ്രങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വോട്ട് വളരെ കുറച്ചേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണോ? തീർച്ചയായും നൗഫൽ, രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു വിജയമാണ് പ്രിയങ്ക ഗാന്ധിയുടേത് എന്ന് പറയേണ്ടി വരും. കാരണം പോളിംഗ് ശതമാനം 9% കുറഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ പ്രതീക്ഷിച്ചിരുന്നത്, UDF ക്യാമ്പ് അടക്കം പ്രതീക്ഷിച്ചിരുന്നത്, രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അവസാനം ലഭിച്ച ആ ഒരു ഭൂരിപക്ഷത്തോടു കൂടി അതിനോട് പോലും പ്രിയങ്ക ഗാന്ധിക്ക് എത്താൻ കഴിയില്ല എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് കരുതിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പണിയെടുത്തിരുന്നത്. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ പാറ്റേൺ നോക്കിക്കൊണ്ട് അവർ മനസ്സിലാക്കിയത് ഇത് ആദ്യ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച 4.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമല്ല, ഏറ്റവും അവസാനം ലഭിച്ച 3.25 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം പോലും പ്രിയങ്ക മറികടക്കില്ല എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും പുറത്തേക്ക് UDF ക്യാമ്പുകൾ അറിയിച്ചിരുന്ന ഒരു കാര്യം, തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് ആശങ്കയില്ല, 4 ലക്ഷം മറികടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ, UDFകാരല്ലാത്ത ആരും തന്നെ അത് മുഖവിലേക്കെടുത്തിരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായി വോട്ട് ചോർന്നു എന്നത് വലിയ അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഇടതുപക്ഷം പറഞ്ഞിരുന്ന ഒരു കാര്യം, തങ്ങളുടേത് രാഷ്ട്രീയ വോട്ടുകളാണ്, ആൾക്കൂട്ടമല്ല, കേഡർ വോട്ടുകളാണ്, അതുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് തങ്ങൾക്ക് വ്യക്തമാണ് എന്ന് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ മനസ്സിലാകുന്നത്, കൃത്യമായി പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുള്ളതൊക്കെയും അല്ലെങ്കിൽ ഭൂരിപക്ഷവും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ് എന്നും, ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അവിടെ വലിയ തരത്തിൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടാനായി എന്നതും ഇടത് കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് CPIക്ക് CPM പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ ആഭ്യന്തരമായി അവർ പങ്കുവെക്കുന്നുണ്ട്. മാധ്യമങ്ങളോടോ പുറത്തേക്കോ അവർ അത് പറയുന്നില്ലെങ്കിലും തങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് CPM അതിലായിരുന്നു ശ്രദ്ധ. അത്ര പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഉണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപം സ്വകാര്യമായി CPI പങ്കുവെക്കുന്നുണ്ട്. ഇത് CPIയുടെയും CPMൻ്റെയും ഒക്കെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ എത്തിക്കുന്നിടത്ത് വലിയ തരത്തിൽ പരാജയമുണ്ടായി എന്നും, ഇത് തന്നെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വലിയൊരു കാരണമായിട്ടുള്ളത് എന്ന്. ഈ വയനാട് പാർലമെൻറ്റ് സംബന്ധിച്ചിടത്തോളം ആ പോളിംഗ് ശതമാനത്തിലെ കുറവ് എങ്ങനെ വന്നാലും അത് UDFനെ ബാധിക്കേണ്ടതാണ്. പക്ഷേ UDFനെ വലിയ തരത്തിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 4,10,000 മുകളിൽ ഭൂരിപക്ഷം വരിക എന്ന് പറയുന്നത് 9% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടും 4,10,000 ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന വിജയം തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. ഇത് വലിയ തരത്തിൽ ഇടത് കേന്ദ്രങ്ങളിലാണ് ഇനി ചർച്ചയാവുക. NDA സംബന്ധിച്ചിടത്തോളം കാര്യമായ വോട്ട് ഷെയറോ അണികളോ ഉള്ളൊരു മണ്ഡലമല്ല. കഴിഞ്ഞ തവണ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചപ്പോഴാണ് അവർക്ക് 4 ലക്ഷത്തിലധികം വോട്ട്, അവരെ സംബന്ധിച്ചിടത്തോളം 1.25 ലക്ഷത്തോളം വോട്ട് ലഭിച്ചത്. അതാണ് അവരുടെ ഏറ്റവും വലിയ വോട്ട് ഇവിടെ. പക്ഷേ ഈ ഒരു പുതുമുഖമായ നവ്യ ഹരിദാസ് ഒരിക്കലും 1 ലക്ഷം കടക്കില്ല എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ അവർ വോട്ട് നേടിയിരിക്കുന്നു എന്നത് NDA സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാവുന്ന വക നൽകുന്ന കാര്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആദിവാസി കോളനികൾ ലക്ഷ്യം വെച്ചുകൊണ്ടും ക്രിസ്ത്യൻ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടും BJP കുറെ കൂടി കാര്യമായി പണിയെടുത്തിരുന്നു. അതിൻ്റെ ഫലമുണ്ടായി എന്ന് കാണാൻ കഴിയും. കാരണം പല ക്രിസ്ത്യൻ മേഖലകളിൽ നിന്നും BJPക്ക് അതായത് വലിയ തരത്തിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലം പുറത്തു വന്നതിന് ശേഷം എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിശകലനങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാ മുന്നണികളും UDFനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് കുറച്ച് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്വയം വിമർശനവും ആത്മപരിശോധനയും നടത്തേണ്ട ഫലം തന്നെയാണ്, അവരെ കണ്ണ് തുറപ്പിക്കേണ്ട ഫലമാണ് അവർക്ക് വോട്ട് വളരെ കുറഞ്ഞു. വയനാടിൽ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിശോധനകൾ നടക്കും.